നമസ്കാരം. ഞങ്ങൾ ഇന്നുള്ളത് ഐ.ടിയിലാണ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഐ.ടി ബോട്ട് യാർഡിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ബോട്ട് യാർഡിന്റെ കുറേ പരിമിതികളുണ്ട്. അതുപോലെ ഒരു ബോട്ട് ടെർമിനൽ ഇല്ലാത്തതിന്റെ പരിമിതികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയാണ് മലബാറിനുള്ളത്. അതിൽ തന്നെ കായൽ ടൂറിസം എത്രമാത്രം നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. 2 വർഷത്തോളമായി ഇവിടെ ഈ ബോട്ട് യാർഡ് വന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ടുള്ള മിഷനറീസ് അത്യാവശ്യത്തിന് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഒരു മെക്കാനിക്ക് മാത്രമാണ് ഇവിടെയുള്ളത്. വെൽഡിങ് ചെയ്യുന്നതിനും അതുപോലെ പെയിന്റിങ് ചെയ്യുന്നതിനും ഒക്കെ ആളുകളുടെ ആവശ്യമുണ്ട്. ഒരു സൂപ്പർവൈസറിന്റെ ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയുള്ള ആളുകളുടെയെങ്കിലും ആവശ്യം ഇവിടെയുണ്ട്. കുറച്ചെങ്കിലും കാര്യക്ഷമമായി ബോട്ട് യാത്രയോ ബോട്ട് സർവീസോ ഒക്കെ നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലാണ്. അവിടെയുള്ള ബോട്ടുകൾ പോലും ഈ ബോട്ട് യാർഡിലാണ് എത്തിക്കേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമൊക്കെ. പക്ഷേ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതുകൊണ്ട് തന്നെ ഈ വെൽഡിംഗ് വർക്കുകളൊക്കെ പുറത്ത് നൽകി ഇവർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തൊക്കെ നടത്തേണ്ടുന്ന വലിയ ഗതികേടിലാണ് ഇവിടെയുള്ളവർ ഉള്ളത് എന്നത് ഏറ്റവും മോശം സാഹചര്യം തന്നെയാണ്. ജലഗതാഗത വകുപ്പിന്റെ ഈ യാർഡിൽ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ പറശ്ശിനിക്കടവിൽ നിന്നും മറ്റുമൊക്കെയായി എത്തിച്ച ബോട്ടുകളാണ് അറ്റകുറ്റപ്പണികൾക്കായി. ഇതിന്റെ പണികളൊക്കെ തീർന്നു വരികയാണ്. ഒരു മെക്കാനിക്ക് ചെയ്യേണ്ടുന്ന ജോലികളാണെങ്കിൽ ഇവിടെ ഒരു മെക്കാനിക് ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പണികൾ ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട്. പെയിന്റിങ്ങിന്റെയും അതുപോലെ വെൽഡിങ്ങിന്റെയും ഒരു സൂപ്പർവൈസറിന്റെയും ഒക്കെ ഒഴിവാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിലുള്ള ഒഴിവുകളൊക്കെ നികത്തി കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷത്തിലധികമായി ഇവിടെ യാർഡ് വന്നിട്ട് പക്ഷേ അതിന്റെ ഒരു പൂർണ്ണ രീതിയിലുള്ള നടത്തിപ്പ് ഇപ്പോഴും സാഹചര്യം ഒത്തുവന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആവശ്യമായ സ്റ്റാഫ് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. യാർഡുകൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയല്ല, കേരളം മുഴുവൻ ഈ ജലഗതാഗതത്തെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. അത് ഈ പരിസ്ഥിതിയോ അല്ലെങ്കിൽ ജനങ്ങളെ ഒക്കെ ദ്രോഹിച്ചുകൊണ്ടോ അല്ലാതെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലേക്ക് സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നമ്മളിപ്പോൾ പല സന്ദർഭങ്ങളിലും ഈ ബോട്ട് യാത്ര അല്ലെങ്കിൽ ഹൗസ് ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞ് ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്ത് ഈ കവ്വായിക്കായൽ മാത്രമല്ല, കവ്വായിക്കായൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പം അതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ വെറുതെ വിട്ട് ഇരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു യാത്രാ ബോട്ട് മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. അതിനായി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരികയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ടെന്ന അവസ്ഥയുമുണ്ട്. ഒട്ടേറെ ആളുകളാണ് ഈ യാത്രാ ബോട്ടിനെ ദിവസേന ആശ്രയിക്കുന്നത്. ടൂറിസം മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കെറ്റാമറൈൻ ബോട്ടിന്റെ ആവശ്യകതയാണ് ആദ്യം പറയേണ്ടുന്നത്. വലിയ പറമ്പ് പോലെയുള്ള നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന ഇടമാണ് വലിയ പറമ്പ്. ഏഴിമല ഏറ്റവും അടുത്താണ്. വലിയ പറമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് കടലും ഉണ്ടാകുന്ന ഭംഗിയുള്ള ബീച്ചാണ്. കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരികൾ വരുന്ന ഒരിടമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ കായൽ ടൂറിസം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മാലിന്യരഹിതമായ കായൽ എന്നാണ് നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കുന്ന ഈ കായലിനെ പറയുന്നത്. ഇതിലൂടെ ഒരു കറ്റാമറൈൻ ബോട്ട് വരികയാണെങ്കിൽ ആളുകൾക്ക് ആടാനും പാടാനും ഉല്ലസിക്കുവാനും ഒക്കെയുള്ള സൗകര്യത്തോടു കൂടി ഒരു ബോട്ട് വരികയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാകും. നേരത്തെ പറഞ്ഞതുപോലെ യാത്രാ ബോട്ടിനൊക്കെ ചുരുങ്ങിയ പണം കൊണ്ടാണ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നത്. യാത്രാ ബോട്ടുകളൊക്കെ കൃത്യമായി ഓടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ റോഡിലെ വലിയ തിരക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ ആരുടെയും ശ്രദ്ധ എത്താത്തത് കൊണ്ട് മാത്രം ഇത്രയും നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും ഖേദകരം തന്നെയാണ്. സാധ്യതകളെ അത് ജനങ്ങൾക്ക് ദ്രോഹമില്ലാതെ, പരിസ്ഥിതിക്ക് നാശമില്ലാതെ, സർക്കാരിന് നഷ്ടമില്ലാത്ത നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആസൂത്രിതമായ ശ്രമം ആവശ്യമായിട്ടുണ്ട്. അത് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ നാട്ടുകാരുടെ ശ്രമവും അതോടൊപ്പം ഗവൺമെൻറ്റിനെ കൂടി ചെയ്യിപ്പിക്കാനുള്ള മറ്റ് തലത്തിലുള്ള ശ്രമങ്ങളും ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ജലഗതാഗതം CP ജോണിൻ്റെ വകുപ്പാണ്. ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ, കാരണം അദ്ദേഹത്തിന് ചില വിഷനുണ്ട്, കുറച്ചുകൂടി ശാസ്ത്രീയമായും അതുപോലെ തന്നെ സാമൂഹികമായും ആലോചിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ കുറേ കൂടെ മെച്ചപ്പെട്ട നിലയിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേണം. എനിക്ക് പുറകിൽ കാണുന്ന ഈ ബോട്ടുകളൊക്കെ 1 കോടിയോളം രൂപ വിലയുള്ളതാണ്. ഇതിന്റെ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, എഞ്ചിൻ മാറ്റിവെക്കാനുള്ള പരിപാടികളൊക്കെ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് ജലഗതാഗത വകുപ്പിന് വരാനിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. പിന്നെ ഈ പറഞ്ഞതുപോലെ കെറ്റമറൈൻ ബോട്ട്, വേഗ ബോട്ട്, ഈ യാത്ര ബോട്ട് ഒക്കെ ഇവിടെ ഒന്നിൽ കൂടുതൽ അനുവദിക്കുകയാണെങ്കിൽ തന്നെയും ഒരു ടെർമിനൽ ഇല്ലാത്തത് ഇവിടെ വലിയ പരിമിതിയായി തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പരിമിതമായ സാഹചര്യത്തിലാണ് ആളുകളെ ബോട്ടിൽ നിന്ന് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് മാറി ഒരു മേൽക്കൂര അടക്കമുള്ള ടെർമിനൽ ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ രൂപരേഖയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ഫണ്ട് മാറ്റിവെച്ചു എന്നോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ ഇവിടെ തറക്കല്ലിടലോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല എന്നതും സങ്കടകരമാണ്.